നല്ല ചുളുവിലൊക്കെ ചെറിയ പൈസക്കൊക്കെ യൂസ്ഡ് ഫോണുകൾ കിട്ടുമ്പോൾ ചാടിക്കറി എടുക്കാൻ നിൽക്കണ്ട, മുട്ടൻ പണി കിട്ടും. യൂസ്ഡ് ഫോണുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഫോണുകൾ മോഷണം പോയതാവാം, അതേപോലെ ചില ഫോണുകൾ വല്ല കേസുകളിൽ അകപ്പെട്ടതാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാം, ഇതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മളൊരു യൂസ്ഡ് ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഫോൺ ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ആ ഒരു ഫോൺ വല്ല കേസിൽ അകപ്പെട്ടതാണോ എന്നെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ കയറി നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ സഞ്ചാർ സാധി എന്നുള്ള ആപ്പ് അടിച്ചു കൊടുത്താൽ മതി, സഞ്ചാർ സാധി. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒരു OTP കൊടുത്തിട്ട് OTP അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരാം. ഈ ഇൻ്റർഫേസിൽ നാലാമത് ജെന്യൂനെസ് ഓഫ് യുവർ മൊബൈൽ ആൻസർ എന്നാണ്. നിങ്ങളുടെ മൊബൈൽ ഒറിജിനലാണോ ജെന്യൂൻ ആണോ അറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ആ ഒരു നാലാമത്തെ ഓപ്ഷൻ വയലറ്റ് കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഫോണിൻ്റെ IMEI നമ്പർ അടിക്കുക. IMEI നമ്പർ അറിയാത്തൊരു *#06# അടിച്ചു കൊടുത്താൽ IMEI നമ്പർ കിട്ടും. അത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് അടിച്ചാൽ ആ ഒരു ഫോൺ ജെന്യൂൻ ആണോ, ആ ഫോൺ വല്ല കേസിൽ അകപ്പെട്ടതാണോ അല്ലെങ്കിൽ ആ ഫോൺ റീഫർബിഷൻ ആണോ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കുക. യൂസർ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വരെ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അവർക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ യൂസ്ഡ് ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഷോർട്ട് ബ്രേക്ക്. Thank you.